നമസ്കാരം. ഞാനിതൊരു വീഡിയോയിൽ വരാൻ കാരണം ഇന്ന് രാവിലെ ആക്ച്വലി ഞങ്ങളൊരു 2-3 ടൂൾ മേക്കേഴ്സിനെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 3 പേരും ആക്ച്വലി ഡിഫറെൻറ്റ് പോളിടെക്നിക്സ് നിന്നായിരുന്നു, അതേപോലെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്നായിരുന്നു. അപ്പോൾ ഇവർ കഴിഞ്ഞത് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ആണ്, ഡിപ്ലോമ പോളിടെക്നിക്കിൽ നിന്ന് ഡിപ്ലോമ കഴിഞ്ഞതാണ്. അപ്പോൾ റെസ്യൂം കണ്ട രീതിയിൽ റെസ്യൂമിൽ ആക്ച്വലി അവർ പഠിക്കാത്ത സോഫ്റ്റ്വെയർ ഇല്ല. റെസ്യൂമിൽ ആക്ച്വലി എല്ലാ സോഫ്റ്റ്വെയറും, അതായത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സോഫ്റ്റ്വെയറും അവർ പഠിച്ച രീതിയിലാണ് അവർ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് പ്രൈവറ്റ് പോളിടെക്നിക്കാണ്, ഞാൻ പേര് പറയുന്നില്ല. അതായത് ഒന്ന് ആക്ച്വലി ഇത് മെയിൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഞങ്ങൾ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഡിപ്ലോമ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറേ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മോൾഡ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പല സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവർക്കറിയില്ല. പിന്നെ സ്ക്രൂസിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാമ്പിങ് കാര്യത്തിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ അവർക്ക് ടൂൾ മേക്കിംഗ് വെച്ചാൽ അവർക്ക് ഡിസൈനിലാണ് താല്പര്യം തോന്നുന്നു. അപ്പോൾ ഡിസൈനിലാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ആക്ച്വലി ഞങ്ങളൊരു 2Dയും 3Dൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് പുള്ളി ഒരു മണിക്കൂർ ഒരു ടൈം കൊടുത്തിട്ട് പോലും അവർ ഒരു സോഫ്റ്റ്വെയർ തുറന്നിട്ട് നോക്കുക എന്നല്ലാണ്ട് അവർക്ക് അത് ചെയ്യാൻ പോലും പറ്റിയില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർസ് എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ എല്ലാ സോഫ്റ്റ്വെയർ പേരും മെൻഷൻ ചെയ്തു. വെൽ സ്കിൽഡ് ഇൻ ഓൾ ദ സോഫ്റ്റ്വെയർസ് എന്നുള്ള ഇതിലല്ല, NX, സോളിഡ് വർക്ക്സ്, കാറ്റിയ, ക്രിയോ എന്നുള്ള മറ്റെല്ലാ സോഫ്റ്റ്വെയറിൻ്റെ പേരും അതിൻ്റെ അകത്ത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇടാൻ ബാക്കിയില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പോളിടെക്നിക്, അതായത് മെയിനായിട്ട് പ്രൈവറ്റ് പോളിടെക്നിക്സ്, ഈ കുട്ടികളെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇവർ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒന്ന് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടൂൾ മേക്കിംഗ് അറിയില്ല. ഈ ബിടെക് പഠിച്ച ആൾക്കാർ ആ സിലബസിൽ ഒന്ന് ചെന്ന് നോക്കുക. ആ സിലബസിൽ ബിടെക് സിലബസിൽ ടൂൾ മേക്കിംഗ് എന്ന് പറഞ്ഞ സിലബസ് എന്ന് വെച്ചാൽ ചെറിയൊരു മോഡ്യൂൾ മാത്രമേ ഉള്ളൂ. ഒരു അബൌട്ട് ദ ടൂൾ മേക്കിംഗ് എന്നുള്ള മോഡ്യൂൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ അവർ ഈ ടൂൾ മേക്കേഴ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ കുട്ടികൾക്ക് മര്യാദയ്ക്കുള്ള ടൂൾ മേക്ക് പഠിക്കാനും പറ്റില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കൽ നോളജ് തീരെ ഉണ്ടാവില്ല. ഈ ടൂൾ മേക്കേഴ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂൾ മേക്കേഴ്സിനെ പഠിപ്പിച്ചാൽ മാത്രമേ ഒരു ടൂൾ മേക്കിംഗ് ആക്ച്വൽ ലെവലിൽ ടൂൾ മേക്കറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആരും പറയും. ഇപ്പം പ്രൈവറ്റ് കോളേജിൽ വെച്ചാൽ അവർ ഇവിടുന്ന് ഇപ്പം ചില കോളേജസ് ആക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് ഇത്ര സ്റ്റൈഫൻഡ് കൊടുക്കണം. സ്റ്റൈഫൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോളജും ഇല്ലാത്തൊരു കുട്ടിക്ക്, ഒരു ഡ്രില്ലിങ് പോയിട്ട് പോലും അറിയാത്ത കുട്ടിക്ക് എങ്ങനെ ഇവർ പറയുന്ന സാലറി കൊടുക്കുക? പിന്നെ ഇവർ അവിടുന്ന് പുറത്തുനിന്ന് അവിടെ ട്രെയിനിങ്ങിന് വിടും, ഇവിടെ ട്രെയിനിങ്ങിന് വിടും. പക്ഷേ ഇതൊന്നും ടൂൾ മേക്കിങ്ങിലൊരു അതായത് ഇതൊന്നും ട്രെയിനിങ്ങിന് അവിടെ വിട്ടിട്ട് ഇവിടെ വിട്ടിട്ടൊന്നും കാര്യമില്ല ഇവർ. അതേപോലെ ഇൻ ഹൗസിൽ വർക്ക്ഷോപ്പ് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ മാനേജ്മെൻറ്റ്, അതായത് ഈ പ്രൈവറ്റ് പോളിടെക്കിൻ്റെ മാനേജ്മെൻറ്റ് അവരെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കാശ് മാത്രമാണ്. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഇവരെ കുട്ടികളെ, അതായത് ഇറങ്ങിയ പാടന്നെ 25,000 30,000 സാലറി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കുട്ടികളെ എടുക്കുന്നത്. ഈ 25,000 പോയിട്ട് 30,000 പോലും കിട്ടില്ല സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇവർക്ക് ഒരു ബേസിക് നോളജും ഇല്ലാത്ത കുട്ടികൾക്ക്, ആരെങ്കിലും ഒരു ഇൻഡസ്ട്രി ഓണേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജും ഇല്ലാത്ത ഒരു കുട്ടിക്ക് എത്ര സാലറി കൊടുക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ? വെറുതെ അവനെ കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ഗുണങ്ങളുണ്ടാണ്ട് വന്നു കഴിഞ്ഞ് വർക്ക് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രില്ല് ചെയ്താണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ ചെയ്ത് എന്തെങ്കിലും ഒരു ഗുണം വേണ്ട. ഇതൊന്നും ഇല്ലാണ്ട് ഇവനെ പോലത്തെ ഒരു ആൾക്കാരെ വെറുതെ കമ്പനിയിൽ എടുത്തിട്ട് ഞങ്ങൾ എങ്ങനെ ഇവർക്ക് സാലറി കൊടുക്കണം? പിന്നെ അതേപോലെ ഇവരെ ആക്ച്വലി ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു. പക്ഷേ ഇവർ പ്രാക്ടിക്കൽ പോയിട്ട് ഒരു വട്ടപ്പൂജയാണ്. അതുകൊണ്ട് ഇവർ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിലെ ഫാക്കൽറ്റി, അതായത് ഈ നമ്മളെ പോളിടെക്നിക്കിലെ ഫാക്കൽറ്റീസ് ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരാദ്യം ഈ ഫാക്കൽറ്റീസിന് ആദ്യം ടൂൾ മേക്കിംഗ് പഠിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള ടൂൾ മേക്കേഴ്സിന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ കാര്യമാണ്. അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ഇതൊന്നും തളർന്നു പോയോ? ഇവരെന്തോന്നും മിണ്ടാത്ത? ഇവർ സിലബസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇൻഡസ്ട്രിക്കാരോട് ചോദിക്കുക സിലബസ് എങ്ങനെ ഉണ്ടാക്കണം എന്നല്ല. അല്ലാണ്ട് അവിടെ ഇരുന്നിട്ടുള്ള കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് സിലബസ് ഉണ്ടാക്കിയത് ആണ് ഇന്നിപ്പം ഈ കുട്ടികൾ പോലത്തെ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സിലബസ് നിങ്ങൾ, അതായത് NTT പോലത്തെ സ്ഥാപനങ്ങളും അത് CTTC പോലത്തെ സ്ഥാപനങ്ങളിൽ സിലബസ് നോക്കൂ.
അതാണ് ആക്ച്വലി വെൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്, അതായത് സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ ടൂൾ മേക്കേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള സിലബസിലാണ് ഇവർ ചെയ്യുന്നത്. അതിനകത്ത് 60-70% പ്രാക്ടിക്കലും ഒരു 30% മാത്രം തിയറിയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതൊന്നും ഈ പോളിടെക്നിക്സിൽ ഇത് പ്രാക്ടിക്കലി അല്ല. ടൂൾ മേക്കിങ്ങിൽ തിയറി പഠിച്ചിട്ട് എന്താ ഇപ്പോഴത്തെ രീതിയിൽ AI വന്നിട്ട് ടൂൾ അസംബിൾ ചെയ്യോ? ഒന്ന് ഈ പ്രൈവറ്റിലെ പോളിടെക്നിക്കിൽ ഒന്ന് ഈ ടൂൾ മേക്കേഴ്സിൻ്റെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ഒന്ന് പറയോ? നിങ്ങൾ ഫാക്കൽറ്റി അത് പ്രാക്ടിക്കൽ കൊടുക്കാണ്ട് ഇവർ ഈ ടൂൾ മേക്കേഴ്സോട്ട് വന്നു കഴിഞ്ഞാൽ AI ലെവലിൽ അസംബിൾ ചെയ്യോ? റോബോട്ട് വന്ന് അസംബിൾ ചെയ്യോ? ഒന്ന് ആൻസർ ഒന്ന് പറഞ്ഞു തരുമോ കേട്ടോ. നിങ്ങൾ തിയറി പഠിപ്പിച്ചിട്ട് അത് പ്രാക്ടിക്കലൊന്നും പഠിപ്പിക്കാണ്ട് ഈ കുട്ടികളെ ഇൻഡസ്ട്രിയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യുക? ഇവർക്ക് എങ്ങനെ ഞങ്ങൾ സാലറി കൊടുക്കുക? ഇവരെ കൊണ്ട് നമുക്കൊരു ലാഭമില്ല, പിന്നെ എങ്ങനെ നമ്മളിങ്ങനെ സാലറി കൊടുക്കുക? നിങ്ങൾ പലയിടത്തും പറയുന്നുണ്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്ന പല പോളിടെക്നിക്കിലും വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഹെൽപ്പർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട്, അതായത് ഇവരെ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അതായത് എല്ലാ കമ്പനിയിലും ഇപ്പം എല്ലാ പ്രൈവറ്റ് പോളിടെക്നിക്കിലും നമ്മൾ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പറയും നമ്മളെ സ്റ്റുഡൻസ് അവിടെയാണുള്ളത്, ഇവിടെയാണുള്ളത്, വലിയ MNC കമ്പനിയിലുള്ള. ആ MNC കമ്പനിയിലെ കുട്ടികളെല്ലാം എന്താ ചെയ്യുന്നുള്ളത് ഒരു വീഡിയോ ഞാൻ അടുത്തൊരു ഇതിൽ ഞാൻ കാണിച്ചു തരാം, ഇവരെന്താ ചെയ്യുന്നതെന്നുള്ള. ടൂൾ മേക്കിംഗ് പോയിട്ടൊന്നും അറിയില്ല. അവിടെ മെഷീൻ ഓപ്പറേറ്ററായിട്ടും അതേപോലെ ഹെൽപ്പറായിട്ടും അതായത് മോൾഡിംഗ് മെഷീൻ ഓപ്പറേറ്ററായിട്ടും പ്രസ് ഓപ്പറേറ്ററെല്ലായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഈ ടൂൾ മേക്കിംഗ് കഴിഞ്ഞ് ഡിപ്ലോമ ടൂൾ മേക്കിംഗ് കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ആക്ച്വലി അവർക്കൊരു ഇതുണ്ട് ടൂൾ മേക്കിംഗ് ഡിപ്ലോമയും പഠിച്ചിട്ട്. ഒന്നെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കുറ്റം പറയുന്നത് ഒന്ന് മാനേജ്മെൻറ്റ് കുറ്റം പറയുന്നത്, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഫാക്കൽറ്റീസ് അറിയാത്ത പണിക്ക് നിൽക്കരുത്. ടൂൾ മേക്കിംഗ് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, ക്ലാസ് എടുക്കാൻ നിൽക്കരുത്. BTech കഴിഞ്ഞ് MTech കഴിഞ്ഞ് PG കഴിഞ്ഞൊന്നും കാര്യമില്ല സാർ, അതിലൊന്നും നിങ്ങൾ ഒരു ടൂൾ മേക്കിംഗ് അതിൻ്റെ അകത്ത് പഠിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നത്, നിങ്ങൾ വന്നിട്ട് ഇതേപോലെ NDTF ആൾക്കാരുടെ അടുത്ത് ഫയൽ ചെയ്യുന്ന പോലത്തെ രീതിയിൽ നിങ്ങൾ വന്നിട്ട് ഫയൽ ചെയ്ത് കാണിച്ചു തരുമോ? അതിനുള്ള ഒരു ഇത് നിങ്ങളൊന്ന് വന്ന് അതിനുള്ളൊരു ഇത് പ്രാക്ടിക്കൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫയലിംഗ് പോലും അറിയാത്ത നിങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അനുഭവം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഇതിൻ്റെ അകത്ത് മാന്യമായി ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മെയിനായിട്ട് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇതേപോലെ സിലബസ് ഉണ്ടാക്കുമ്പോൾ ഇൻഡസ്ട്രി പരമായിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാണ്ട് എന്താ പറയുക ഒരു പ്രാക്ടിക്കലും ഇല്ല ഒന്നും ഇല്ലാണ്ട് രീതിയിൽ സിലബസ് ഉണ്ടാക്കിയിട്ട് വിടുക, കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികളെ ജീവിതമല്ല നശിക്കുന്നത് ഇത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് തുല്യാവകാശമുള്ളതാണ്, അതേപോലെ ഈ മാനേജ്മെൻറ്റിനും ഈ ഫാക്കൽറ്റിക്കും ഉള്ള അവകാശമാണ്. ഇവരാരൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് മെയിനായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ എല്ലാ ഓൾ ഓവർ ഇന്ത്യ അല്ലെങ്കിൽ എല്ലാവരോടും എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ മെയിനായിട്ട് ഇപ്പോൾ കേരളത്തിലെ കുട്ടികളെ കണ്ടത്. അപ്പോൾ ഒന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരാന്ന് മിനിസ്റ്റർ ആരായി കഴിഞ്ഞാൽ ഇതിനെന്താണെന്ന് വെച്ചൊരു നിയമ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ആക്ച്വലി എന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ പുതിയ വരുന്ന തലമുറകൾ അതായത് ഇത് നല്ല രീതിയിലുള്ളൊരു ടൂൾ മേക്കേഴ്സിനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ കിട്ടാൻ നടക്കൂല അവിടുത്തെ ഇതിൽ. മെക്കാനിക്കലിൻ്റെ കാര്യം പോളിടെക്നിക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇനി മെക്കാനിക്കലിൻ്റെ കാര്യം പറയണ്ട, അതൊരു വേറൊരു കഥയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ രീതിയിൽ നല്ല രീതിയിലൊരു നല്ലൊരു സിലബസ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് എൻ്റെ റിക്വസ്റ്റ്. ഓക്കെ, താങ്ക് യു.